Hello all, welcome to iPlus Training Solutions. കമ്പ്യൂട്ടർ നെറ്റ്വർക്സിൻ്റെ ഡേ 5 ക്ലാസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നും ലാസ്റ്റ് ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സോ ഈ ക്വസ്റ്റ്യൻ എല്ലാം പല PSC എക്സാമുകളിലായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജൂനിയർ മാനേജറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ജൂനിയർ മാനേജർ എക്സാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇതാണ്: ദ അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ ARP is used to enable a computer to get a unique IP address, find the IP address that corresponds to the system's domain name, resolve the path that a packet must take to reach the given IP address, convert an IP address to the corresponding Ethernet address. ഓക്കെ, ഇതർനെറ്റ് അഡ്രസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? മാക് അഡ്രസ് അല്ലേ. അപ്പോൾ നമ്മൾ ARP ആൻഡ് RARP പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ. എന്താ ARP ആൻഡ് RARP ചെയ്യുന്നത്? ARP എന്ന് പറയുന്നത് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ ആണ്. അതെന്താ ചെയ്യുക? IP അഡ്രസ്സിനെ മാക് അഡ്രസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. റിവേഴ്സ് ARP എന്ന് പറയുന്നത് എന്താ? അതായത് RARP അതെന്താ ചെയ്യുന്നത്? തിരിച്ച് മാക് അഡ്രസ്സിനെ IP അഡ്രസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ ആൻസർ വരുന്നത് കൺവേർട്ട് ആൻ IP അഡ്രസ് ടു കറസ്പോണ്ടിങ് ഈതർനെറ്റ് അഡ്രസ് ആണ്. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ ഒന്ന് നോക്കാം. എനേബിൾ എ കമ്പ്യൂട്ടർ ടു ഗെറ്റ് എ യുണീക്ക് IP അഡ്രസ്. അത് ആരുടെ ജോലിയാ? DHCP അല്ലെ, ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. രണ്ടാമത്തെ ഓപ്ഷൻ ഫൈൻഡ് ദ IP അഡ്രസ് ദാറ്റ് കറസ്പോണ്ട് ടു സിസ്റ്റം ഡൊമൈൻ നെയിം. സിസ്റ്റം ഡൊമൈൻ നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ് കണ്ടുപിടിക്കുന്ന ആരാ? ദാറ്റ് ഈസ് ഡൊമൈൻ നെയിം സിസ്റ്റം. ഓക്കെ, പിന്നെ റിസോൾവ് ദ പാത്ത് ദാറ്റ് എ പാക്കറ്റ് മസ്റ്റ് ടേക്ക് ടു റീച്ച് ദ ഗിവൺ IP അഡ്രസ്. ഇതിവിടെ ചെയ്യുന്നത് ആരാ? റൗട്ടിംഗ് പ്രോട്ടോകോൾസ് ആണ് അല്ലെ. നമുക്ക് ഡിഫറെൻറ്റ് റൗട്ടിംഗ് പ്രോട്ടോകോൾസ് അറിയാം. RIP, OSPF എന്നൊക്കെ പറയുന്ന ഡിഫറെൻറ്റ് റൗട്ടിംഗ് പ്രോട്ടോകോൾസ് അറിയാം. അപ്പോൾ റൗട്ടിംഗ് പ്രോട്ടോകോളിന്റെ ജോലിയാണ് പാക്കറ്റ് റൗട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി. അടുത്തൊരു ക്വസ്റ്റ്യൻ. In the Internet Protocol, a port number is present at network layer, transport layer, presentation layer, application layer. എവിടെയാ പോർട്ട് നമ്പർ ഉണ്ടാവുന്നത്? നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു കൺസെപ്റ്റ് ആണ്. ട്രാൻസ്പോർട്ട് ലെയറിലാണ് അല്ലെ. പോർട്ട് നമ്പർ എന്ന് പറയുന്നത്, പോർട്ട് അഡ്രസ് എന്ന് പറയുന്നത് 16-bit അഡ്രസ് ആണ്. അപ്പോൾ അത് എവിടെയാണ് ഉണ്ടാവുക? ട്രാൻസ്പോർട്ട് ലെയറിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ B. So next, third question, which is true about the transport control protocol? നമ്മുടെ ട്രാൻസ്പോർട്ട് കൺട്രോൾ പ്രോട്ടോക്കോളും അതുപോലെ തന്നെ TCP അല്ലേ, പിന്നെ UDP നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ട്രാൻസ്പോർട്ട് കൺട്രോൾ? ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ എന്നും പറയും. ഓക്കെ, ഈ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇവിടെ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. It provides datagram connectionless service. It sends an acknowledgement for each packet received. It permits incoming data to arrive out of sequence. It was designed for Ethernet networks. TCP എന്ന് പറയുന്നത് ഒരു കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ ആണ് അല്ലെ. റിലയബിൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കണക്ഷൻ ഓറിയന്റഡ് പ്രോട്ടോകോൾ ആണ്. അവിടെയുള്ള അഡ്വാൻറ്റേജ് എന്താ? ഒരു പാക്കറ്റ് അയച്ചു കഴിഞ്ഞാൽ അതിന് തിരിച്ച് റിസീവർ സെൻഡറിലേക്ക് ഒരു അക്നോളജ്മെന്റ് അയക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഏത് ഓപ്ഷൻ ശരിയായിട്ട് വരും? It sends an acknowledgement for each packet received. Okay, so option B ആണ് true statement എന്ന് പറയുന്നത്. Question number 4. The domain name service DNS is an example of a transaction-oriented application layer protocol, session-oriented application layer protocol, transaction-oriented transport layer protocol, session-oriented transport layer protocol. ഏതായിരിക്കും? DNS എന്ന് പറയുന്നത് നമുക്കറിയുന്നത് എന്താ? അതൊരു അപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ ആണ്. അത് നമുക്കറിയാം അല്ലെ. അപ്പൊ നമുക്ക് സിയും ഡിയും ഓപ്ഷൻ നമുക്ക് റിമൂവ് ചെയ്യാം. എന്തായാലും അതൊരു അപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ ആണ്. DNSന്റെ പ്രത്യേകത എന്ന് പറയുന്നത് DNS ഒരു റിക്വസ്റ്റ് റിപ്ലൈ മോഡൽ ആണ് ഫോളോ ചെയ്യുന്നത്. എന്താ ഈ റിക്വസ്റ്റ് റിപ്ലൈ മോഡൽ എന്ന് പറഞ്ഞാൽ? റിക്വസ്റ്റ് റിപ്ലൈ മോഡൽ. ഓക്കെ, എന്താ ഈ റിക്വസ്റ്റ് റിപ്ലൈ മോഡൽ?
റിക്വസ്റ്റ് റിപ്ലൈ മോഡൽ എന്ന് പറയുന്നത് ഒരു ക്ലയന്റ് ഒരു ക്വറി അയക്കും അല്ലെ, അതായത് റിക്വസ്റ്റ് അയക്കും DNS സെർവറിന്. DNS സെർവർ എന്ത് ചെയ്യും? ആ ക്വറി പ്രോസസ് ചെയ്തിട്ട് ഒരു റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യും. അതാണ് ഒരു റിക്വസ്റ്റ് റിപ്ലൈ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? അതൊരു ട്രാൻസാക്ഷൻ ഓറിയന്റഡ് ആണ് അല്ലെ, കാരണം അതൊരു റിക്വസ്റ്റ് റിപ്ലൈ മോഡലാണ് ഫോളോ ചെയ്യുന്നത്. ഒരു ക്വറി അയക്കുന്നു DNS സെർവറിന്, അതിനൊരു റെസ്പോൺസ് കൊടുക്കുന്നു. അതാണ് ട്രാൻസാക്ഷൻ ഓറിയന്റഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ട്രാൻസാക്ഷൻ ബേസ്ഡ് നേച്ചർ ആണ് DNS ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഈ ട്രാൻസാക്ഷൻ ബേസ്ഡ് നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് പറയാൻ പറ്റും? ഈ DNS ലുക്കപ്പ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സെൽഫ് കണ്ടെയ്ൻഡ് ഓപ്പറേഷൻ ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, സോ യു ക്യാൻ സേ ദാറ്റ് ബിക്കോസ് ഓഫ് ദിസ് ട്രാൻസാക്ഷൻ ബേസ്ഡ് നേച്ചർ ഓഫ് DNS, each DNS lookup is handled as a separate self-contained operation. ഓക്കെ, അപ്പൊ DNS എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ ആണ്. അത് ട്രാൻസാക്ഷൻ ഓറിയന്റഡ് ആണ്, കാരണം അതൊരു റിക്വസ്റ്റ് റിപ്ലൈ മോഡൽ ആണ് ഫോളോ ചെയ്യുന്നത്. DNS സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് അയക്കുന്നു, ആ റിക്വസ്റ്റ് സെർവർ പ്രോസസ് ചെയ്തിട്ട് ഒരു റിപ്ലൈ അല്ലെങ്കിൽ റെസ്പോൺസ് തിരിച്ചയക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ഏത് വരും? ആൻസർ ഓപ്ഷൻ എ വരും, ട്രാൻസാക്ഷൻ ഓറിയന്റഡ് ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ. Question number 5. The layer in which datagram switching is normally done. Network layer, transport layer, Ethernet layer, physical layer. ഏത് ലെയറിലാണ് ഡാറ്റാഗ്രാം സ്വിച്ചിങ് നടക്കുന്നത്? സോ അതിനു മുന്നേ എന്താണ് ഈ ഡാറ്റാഗ്രാം സ്വിച്ചിങ് കൊണ്ട് പറയുന്നത്? നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ മെത്തേഡ് ഓഫ് ഡാറ്റ ട്രാൻസ്മിഷനെയാണ് എന്ത് പറയുക? ഡാറ്റാഗ്രാം സ്വിച്ചിങ് എന്ന് പറയുക. ഓക്കെ, ഓരോ പാക്കറ്റിനെയും സെപ്പറേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ശരിക്കും ഡാറ്റാഗ്രാം സ്വിച്ചിങ് എന്ന് പറയാം. ഡാറ്റ ട്രാൻസ്മിഷൻ എങ്ങനെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഡാറ്റ ട്രാൻസ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നത്, ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഡാറ്റാഗ്രാം സ്വിച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ എങ്ങനെയാണ് നടക്കുന്നത്? ഓരോ പാക്കറ്റിനെയും സെപ്പറേറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് അല്ലെ. എന്നിട്ട് പാക്കറ്റിനെ ആ പാക്കറ്റിലുള്ള ഡെസ്റ്റിനേഷൻ അഡ്രസ്സിന്റെ ബേസിൽ ആ പാക്കറ്റ് ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ലെയർ ആണ് ഈ ഒരു ഫംഗ്ഷനാലിറ്റി ചെയ്യുന്നത്? നെറ്റ്വർക്ക് ലെയർ ആണ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ഡാറ്റാഗ്രാം സ്വിച്ചിങ് എന്ന് പറയുന്നത് ഏത് ലെയറിന്റെ ഫംഗ്ഷനാലിറ്റിയിൽ വരുന്നതാണ്? നെറ്റ്വർക്ക് ലെയറിന്റെ ഫംഗ്ഷനാലിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. Question number 6. Bridge is a connecting device which operate in the following layers. Physical layer and data link layer and network layer and physical layer, data link layer and transport layer. ഏത് ലെയറിലാണ് ബ്രിഡ്ജ് വർക്ക് ചെയ്യുന്നത്? ബ്രിഡ്ജ് എന്ന് പറയുന്നത് നമുക്ക് 2 ലെയേഴ്സിലാണ് മെയിൻലി വർക്ക് ചെയ്യുന്നത്. ഡാറ്റാ ലിങ്ക് ലെയറിലാണ് അത് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ ചില ഫങ്ഷനാലിറ്റി അത് ഫിസിക്കൽ ലെയറിലും പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡാറ്റാ ലിങ്ക് ലെയറിൽ എന്തൊക്കെ ഫങ്ഷനാലിറ്റിയാണ് ബ്രിഡ്ജ് പെർഫോം ചെയ്യുന്നത്? ഫ്രെയിം ഹെഡറിന് മാക് അഡ്രസ്സ് റീഡ് ചെയ്യുക, എന്നിട്ട് ഫോർവേഡിങ് ഡിസിഷൻ, ആ മാക് അഡ്രസ്സിന്റെ ബേസിസിലുള്ള ഫോർവേഡിങ് ഡിസിഷൻ ഉണ്ടാക്കുക. അതുപോലെ തന്നെ നെറ്റ്വർക്ക് സെഗ്മെന്റ്സിൽ ഇടയിലുള്ള ട്രാഫിക് ഫിൽട്ടർ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബ്രിഡ്ജ് ഡാറ്റാ ലിങ്ക് ലെയറിൽ ചെയ്യുന്ന ഫങ്ഷനാലിറ്റീസ് ആണ്. ഇനി ഫിസിക്കൽ ലെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഫങ്ഷനാലിറ്റീസാണ് ചെയ്യുക? ഒരു നെറ്റ്വർക്കിന്റെ ഫിസിക്കൽ സെഗ്മെന്റ്സിനെ കണക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ഈ സെഗ്മെന്റ്സിന്റെ ഇടയിലുള്ള ഫിസിക്കൽ ട്രാൻസ്മിഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ഫിസിക്കൽ ലെയറിൽ ചെയ്യുന്ന ഫങ്ഷനാലിറ്റി ആണ്. ഓക്കെ, നമുക്ക് ബ്രിഡ്ജിന് പറയാൻ പറ്റുന്ന വേറൊരു പേരാണ് ലെയർ 2 സ്വിച്ച് എന്ന് പറയാം. അതിന്റെ പ്രൈമറി ഓപ്പറേഷൻ ഡാറ്റാ ലിങ്ക് ലെയറിലായതുകൊണ്ട് നമുക്ക് ബ്രിഡ്ജിനെ ലെയർ 2 സ്വിച്ച് എന്നുകൂടെ പറയാം. സോ ബ്രിഡ്ജ് ഇസ് എ കണക്ടിങ് ഡിവൈസ് വിച്ച് ഓപ്പറേറ്റ് ഏതൊക്കെ ലെയറിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഫിസിക്കൽ ലെയറിലും ഡാറ്റാ ലിങ്ക് ലെയറിലും. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. 7th question. Which of the following is an application layer protocol? ഏതാ? TCP, Ethernet, Bluetooth, HTTP. സോ നമുക്കിത് എല്ലാവർക്കും അറിയുന്നൊരു ആൻസർ ആണ് അല്ലേ. HTTP ആണ് ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. TCP ഏത് ലെയർ പ്രോട്ടോകോൾ ആണ്? TCP എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾ ആണ്. ഓക്കെ, TCP is a ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾ. Ethernet എന്ന് പറയുന്നത് ഏത് ലെയർ പ്രോട്ടോകോൾ ആണ്? Ethernet ഡാറ്റ ലിങ്ക് ലെയർ പ്രോട്ടോകോൾ ആണ്. ഓക്കെ, അതേപോലെ ബ്ലൂടൂത്ത്
ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് ഒരു വയർലെസ് ടെക്നോളജി സ്റ്റാൻഡേർഡ് ആണ് അല്ലെ. അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഫിസിക്കൽ ലെയറിലും അതുപോലെ തന്നെ ഡാറ്റ ലിങ്ക് ലെയറിലുമാണ്. ഓക്കെ, ഫിസിക്കൽ ലെയർ ആൻഡ് ഡാറ്റ ലിങ്ക് ലെയർ. HTTP ആണ് ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. 8th question. The input and output ports of a router perform the dash layer functions of the router. Okay. ഇപ്പൊ റൗട്ടർ എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ലെയർ ആൻസർ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിച്ചു നോക്കുക. The input and output ports of a router performs the dash layer function. Okay. അപ്പോൾ റൗട്ടറിന്റെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഹാൻഡിൽ ചെയ്യുന്നത് എപ്പോഴും OSI മോഡലിന്റെ ലോവർ ലെയർ ഫംഗ്ഷനാലിറ്റീസ് ആണ്. ലോവർ ലെയർ ഫംഗ്ഷനാലിറ്റീസ് എന്ന് പറയുന്നത് ബേസിക്കലി ഫിസിക്കൽ ലെയറിന്റെയും ഡാറ്റ ലിങ്ക് ലെയറിന്റെയും ഫംഗ്ഷനാലിറ്റീസ് ആണ് റൗട്ടറിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് പ്രോസസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തോന്നാം നെറ്റ്വർക്ക് ലെയറിലല്ലേ റൗട്ടർ ആക്ട് ചെയ്യുന്നതെന്നുള്ളത്. ആക്ച്വൽ ആയിട്ടുള്ള റൗട്ടിംഗ് ഡിസിഷനും IP പ്രോസസ്സിങ്ങും നടക്കുന്നത് നെറ്റ്വർക്ക് ലെയറിലാണ്. ഓക്കെ, പക്ഷെ അത് നടക്കുന്നത് റൗട്ടറിന്റെ ഇന്റേണൽ പ്രോസസ്സിംഗ് യൂണിറ്റിലാണ്, അല്ലാതെ പോർട്ടിലല്ല. ഓക്കെ, സോ റൗട്ടർ ആണ് ഈ റൗട്ടിംഗ് ഡിസിഷൻസും IP പ്രോസസ്സിങ്ങും ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ അത് നടക്കുന്ന റൗട്ടറിന്റെ എവിടെയാ? ഇന്റേണൽ പ്രോസസ്സിംഗ് യൂണിറ്റിലാണ്, അതിന്റെ പോർട്ടിലല്ല. പോർട്ട് റൗട്ടറിന്റെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പോർട്ട് ഏത് ഫംഗ്ഷനാലിറ്റീസാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഫിസിക്കൽ ആൻഡ് ഡാറ്റ ലിങ്ക് ലെയർ ഫംഗ്ഷനാലിറ്റീസ് ആണ്. ഓക്കെ, ഇപ്പൊ ഫിസിക്കൽ ലെയറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഫിസിക്കൽ കണക്ഷൻ, ഒരു നെറ്റ്വർക്കിലേക്ക് ഉള്ള ഫിസിക്കൽ കണക്ഷനെ ഹാൻഡിൽ ചെയ്യുക. അതായത് ഇലക്ട്രിക്കൽ, ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ റേഡിയോ സിഗ്നൽസ് വഴിയുള്ള ഫിസിക്കൽ കണക്ഷൻ ഹാൻഡിൽ ചെയ്യുക. ഡാറ്റ സിഗ്നലിന്റെ എൻകോഡിങ് ആൻഡ് ഡീകോഡിങ്, പിന്നെ ബിറ്റ് ലെവലായിട്ടുള്ള ട്രാൻസ്മിഷൻ, റിസപ്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് റൗട്ടറിന്റെ പോർട്ട് ഫിസിക്കൽ ലെയറിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി ഡാറ്റ ലിങ്ക് ലെയറിലോ ഫ്രെയിമിങ്, എറർ ഡിറ്റക്ഷൻ, ചിലപ്പം എറർ കറക്ഷൻ, പിന്നെ മീഡിയം ആക്സസ് കൺട്രോള്, ഫ്ലോ കൺട്രോള്, ഇതൊക്കെ റൗട്ടറിന്റെ പോർട്ട് ഡാറ്റ ലിങ്ക് ലെയർ ഹാൻഡിൽ ചെയ്യുന്ന ഫങ്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ കൺഫ്യൂഷൻ വേണ്ട. റൗട്ടറിന്റെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പോർട്ടിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. റൗട്ടറിന്റെ ഇന്റേണൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് റൗട്ടിംഗ് ഡിസിഷനും IP പ്രോസസ്സിങ്ങും ഹാൻഡിൽ ചെയ്യുന്നത്. പോർട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ഫിസിക്കൽ ആൻഡ് ഡാറ്റ ലിങ്ക് ലെയർ ഫംഗ്ഷനാലിറ്റീസ് ആണ്. ഓക്കെ, so answer is option A. Question number 9. The purpose of ARP is to resolve IP address to host name, IP address to MAC address, host name to IP address, MAC address to IP address. നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തു. ARPന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് IP അഡ്രസ്സിനെ MAC അഡ്രസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. RIRP എന്ന് പറയുന്ന റിവേഴ്സ് ARP, തിരിച്ച് MAC അഡ്രസ്സിനെ IP അഡ്രസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. Question number 10. A proxy firewall filters at the network layer, data link layer, transport layer, application layer. Proxy firewall എന്ന് പറയുന്നത് ഒരു application layer gateway ആണ്. Okay, so it is a application layer gateway. അത് എന്താ ചെയ്യുന്നത്? ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ നെറ്റ്വർക്കിന്റെ ഇടയിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഈ പ്രോക്സി ഫയർവാൾ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ലെയറിലെ ട്രാഫിക്കിനെ എക്സാമിൻ ചെയ്യുക, പിന്നെ എന്തൊക്കെ പ്രോട്ടോകോൾസ് ആണ് ആപ്ലിക്കേഷൻ ലെയർ യൂസ് ചെയ്യുന്നത്, അതിന്റെ കാര്യങ്ങൾ നോക്കുക. HTTP, FTP, SMTP അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, സോ പ്രോക്സി ഫയർവാൾ ഫിൽട്ടർ സെറ്റ് എന്നുള്ളതിന്റെ ആൻസർ എന്ത് വരും? ആപ്ലിക്കേഷൻ ലെയർ അല്ലെ, അതൊരു ആപ്ലിക്കേഷൻ ലെയർ ഗേറ്റ്വേ ആണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. Question number 11. Communication circuits that transmit data in both directions but not at the same time are operating in simplex mode, half duplex mode, full duplex mode, asynchronous mode. നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്മിഷൻ മോഡ്സ് എന്ന് പറയുന്നത് 3 ടൈപ്പ് ആണുള്ളത് അല്ലെ. സിംപ്ലെക്സ് മോഡ്, ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡ്, ഫുൾ ഡ്യൂപ്ലെക്സ് മോഡ്. സിംപ്ലെക്സ് മോഡിൽ യൂണി ഡയറക്ഷൻ ആണ്, ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നുള്ളൂ. ഓക്കെ, ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറയുന്നത് എന്താ? ഡ്യൂപ്ലെക്സ് മോഡ് എന്ന് പറയുന്നത് 2 ഡയറക്ഷനിലും ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, സിംപ്ലെക്സ് മോഡ്
ഒരു ഡയറക്ഷനിൽ മാത്രമേ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നുള്ളൂ. ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡ് എന്ന് പറയുന്നത് ഹാഫ് ഡ്യൂപ്ലെക്സ് ആൻഡ് ഫുൾ ഡ്യൂപ്ലെക്സ് മോഡിൽ രണ്ട് ഡയറക്ഷനിലും ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, സോ ട്രാൻസ്മിഷൻ മോഡിനെ നമുക്ക് ജനറലി ക്ലാസിഫൈ ചെയ്യുന്ന രണ്ട് രീതിയിലാണ്, സിംപ്ലെക്സും ഡ്യൂപ്ലെക്സും. സോ ഈ ഡ്യൂപ്ലെക്സിനെ നമുക്ക് പിന്നെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. നമുക്ക് ഹാഫ് ഡ്യൂപ്ലെക്സും ഫുൾ ഡ്യൂപ്ലെക്സും. സോ സിംപ്ലെക്സ് മോഡിൽ എന്താ ചെയ്യുന്നത്? ഒരു ഡയറക്ഷനിൽ മാത്രമേ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നുള്ളൂ. ഡ്യൂപ്ലെക്സ് മോഡിൽ രണ്ട് ഡയറക്ഷനിലും ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. പക്ഷേ അറ്റ് എ ടൈം ഒരു ഡയറക്ഷനിലേ നടക്കുന്നുള്ളൂ എങ്കിൽ അതിനെ ഹാഫ് ഡ്യൂപ്ലെക്സ് എന്നും, അറ്റ് എ ടൈമിൽ ബൈ ഡയറക്ഷനിലായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ഫുൾ ഡ്യൂപ്ലെക്സ് എന്നും പറയും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട് that transmit data in both direction but not at the same time. സെയിം ടൈമിൽ ഒറ്റ ഡയറക്ഷൻ, രണ്ട് ഡയറക്ഷനിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യാം, പക്ഷെ സെയിം ടൈമിൽ ഒരു ഡയറക്ഷനിലേ പറ്റൂ. ഓക്കെ, അങ്ങനെയുള്ള മോഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും? ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡ് അല്ലേ? സോ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. Question number 12. The network topology that support bidirectional link between each possible node. അപ്പൊ നമുക്ക് ഇവിടെ നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്താണെന്ന് അറിയണം. എന്നിട്ട് നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് വരാം. സോ നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ എങ്ങനെയാണ് ഡിഫറെന്റ് ഡിവൈസസ് അല്ലെങ്കിൽ ഡിഫറെന്റ് നോഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ആ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുക? നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുക. എങ്ങനെയാണ് ഈ കോമ്പണൻസ് ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്നത്, ഈ കോമ്പണൻസ് എങ്ങനെയാണ് ബാക്കിയുള്ള കോമ്പണന്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നെറ്റ്വർക്ക് ടോപ്പോളജിയിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് ഡിഫറെന്റ് വേർഷൻസ് ഓഫ് നെറ്റ്വർക്ക് ടോപ്പോളജി അവൈലബിൾ ആണ്. പോയിന്റ് ടു പോയിന്റ് ടോപ്പോളജി, മെഷ് ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി, ബസ് ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, ട്രീ ടോപ്പോളജി ആൻഡ് ഹൈബ്രിഡ് ടോപ്പോളജി. എന്താണ് ഈ ഓരോ ടോപ്പോളജി എന്ന് നമുക്ക് വളരെ ബ്രീഫ് ആയിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പോയിന്റ് ടു പോയിന്റ് ടോപ്പോളജി. നമുക്ക് ആ ഫിഗർ കണ്ടാൽ തന്നെ അത് എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ഒരു ഡിവൈസ് വേറൊരു ഡിവൈസ് ആയിട്ട് ഡയറക്ട്ലി കണക്ട് ചെയ്തിരിക്കുന്നു അല്ലെ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോയിന്റ് ടു പോയിന്റ് ടോപ്പോളജി എന്ന് പറയുന്നത്. അടുത്ത കേസിൽ നോക്കിയേ, മെഷ് ടോപ്പോളജി. എന്താ മെഷ് ടോപ്പോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത് ഒരു ഡിവൈസ് തന്നെ ബാക്കി എല്ലാ ഡിവൈസായിട്ടും കണക്ട് ചെയ്തിരിക്കുന്നു അല്ലെ? അങ്ങനെ ഈ ഒരു ഡിവൈസ് തന്നെ ബാക്കി എല്ലാ ഡിവൈസിലേക്കും കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എത്ര പോർട്ട് വേണ്ടി വരും? ഓരോ ഡിവൈസിനും എത്ര പോർട്ട് വേണം? N പോർട്ട് വേണം അല്ലെ? അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പോർട്ട് എത്ര വരും? ടോട്ടൽ നമ്പർ ഓഫ് പോർട്ടും ടോട്ടൽ നമ്പർ ഓഫ് ലിങ്ക്സും നമുക്ക് കണ്ടുപിടിക്കാം ഈ കേസിൽ. ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് പോർട്ട്സ് എത്ര വരും? പന്നെടുത്തോട്ടെ. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നമുക്ക് ഒരു ഡിവൈസ് ബാക്കിയുള്ള N-1 ഡിവൈസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ? അപ്പം ഓരോ ഡിവൈസിനും എത്ര പോർട്ട് വേണം? നമുക്ക് N-1 പോർട്ട് വേണം. സോ ഈച്ച് വൺ ഓഫ് ദം ഇസ് കണക്റ്റഡ് ടു അതർ N-1 ഡിവൈസസ് അല്ലെ? അപ്പോൾ നമുക്ക് ഓരോ ഡിവൈസിനും എത്ര പോർട്ട് വേണം? ഈച്ച് ഡിവൈസിന് N-1 പോർട്ട് വേണം. അപ്പൊ ടോട്ടൽ പോർട്ട് എത്രയായിരിക്കും? ടോട്ടൽ പോർട്ട് എന്ന് പറയുന്നത് N ഇൻറ്റു N-1. അതേപോലെ ലിങ്ക് നോക്കിയേ, ലിങ്ക്സ് എങ്ങനെ വരും? ടോട്ടൽ നമ്പർ ഓഫ് ഡെഡിക്കേറ്റഡ് ലിങ്ക് എത്ര വരും? NC2 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഡെഡിക്കേറ്റഡ് ലിങ്ക് വരിക. അതായത് N ഇൻറ്റു N-1/2. ഓക്കെ, സോ ഇവിടെ 5 ഡിവൈസസ് ഉണ്ടെങ്കിൽ എത്ര നമ്പർ ഓഫ് ഡെഡിക്കേറ്റഡ് ലിങ്ക് വരും? 5 ഇൻറ്റു 4/2, അതായത് 10 ഡെഡിക്കേറ്റഡ് ലിങ്ക്സ് വരും. അപ്പൊ മെഷ് ടോപ്പോളജി ആകുമ്പം ഒരു ഡിവൈസ് ബാക്കിയുള്ള എല്ലാ ഡിവൈസായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ ഒരു ഡിവൈസിന് തന്നെ N-1 പോർട്ട് വേണം. അപ്പൊ ടോട്ടൽ N ഡിവൈസിന് എത്ര പോർട്ട് വേണം? N ഇൻറ്റു N-1. അതേപോലെ എത്ര ലിങ്ക്സ് വേണം? ഡെഡിക്കേറ്റഡ് ലിങ്ക് NC2 ഡെഡിക്കേറ്റഡ് ലിങ്ക്സ് വേണം. നെക്സ്റ്റ് നമുക്ക് സ്റ്റാർ ടോപ്പോളജി നോക്കാം. സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത് സെൻട്രൽ ഹബ് ഉണ്ടാവും. ആ ഹബിലേക്കായിരിക്കും ബാക്കിയുള്ള എല്ലാ ഡിവൈസും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താ? ഒരു ഹബ്ബ്, നടുക്കൊരു ഹബ്ബ് ഉണ്ടാവും. അത് കോയാക്സിൽ കേബിളോ RJ45 കേബിളോ വെച്ചിട്ട് ബാക്കിയുള്ള ഡിവൈസിനെയൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടാവും.
ഈ ഹബ്ബ് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഈ എൻ്റെ ടോപ്പോളജി ഫെയിൽ ആവും അല്ലെ. അതാണ് സ്റ്റാർ ടോപ്പോളജിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇവിടെ ഓരോ ഡിവൈസിനും എത്ര പോർട്ട് വേണം? ഒരു ഡിവൈസ്, എല്ലാ ഡിവൈസും ഈ ഹബിലേക്ക് മാത്രമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ മെഷ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഓരോ ഡിവൈസിനും എത്ര പോർട്ട് വേണം? ഒരു പോർട്ട് മതി. അപ്പം n ഡിവൈസസിന് എത്ര പോർട്ട് വേണം? ടോട്ടൽ n-1 പോർട്ട്. സോ ടോട്ടൽ n പോർട്ട്, n-1 അല്ല, n പോർട്ട് വേണം അല്ലെ. ഒരു ഡിവൈസിന് ഒരു പോർട്ട്. അങ്ങനെയാണെങ്കിൽ n ഡിവൈസിന് എത്ര പോർട്ട് വേണം? n പോർട്ട്. ഓക്കെ. അതേപോലെ ഡെഡിക്കേറ്റഡ് ലിങ്കോ? ഓരോ ഡിവൈസിനെ കണക്ട് ചെയ്യാനും ഒരു ലിങ്ക് വേണം അല്ലെ. അപ്പോൾ n ഡെഡിക്കേറ്റഡ് ലിങ്കും കൂടെ വേണം. പിന്നെ മെയിൻ പ്രശ്നം ഹബ്ബ് ഫെയിൽ ആയി കഴിഞ്ഞാൽ എൻറ്റയർ സിസ്റ്റം ക്രാഷ് ആവും. ഓക്കെ. നെക്സ്റ്റ് ടോപ്പോളജിയാണ് ബസ് ടോപ്പോളജി. ബസ് ടോപ്പോളജിയിൽ എന്താ ചെയ്യുന്നത്? ഒരു ബാക്ക് ബോൺ കോയാക്സിയൽ കേബിൾ ഉണ്ടാവും, ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബാക്ക് ബോൺ കോയാക്സിയൽ കേബിൾ. അതിലേക്ക് ഡിഫറെന്റ് ഡിവൈസസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ലിങ്ക് അല്ലെങ്കിൽ കേബിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? മെയിൻ കേബിൾ ഒരൊറ്റ ഒന്ന് മതി അല്ലെ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡ്രോപ്പ് ലൈൻ എന്ന് പറയാ. അപ്പൊ എത്ര ഡിവൈസ് ഉണ്ടോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് അത്രയും ഡ്രോപ്പ് ലൈൻ ഇവിടെ ആവശ്യമുണ്ട്. ഓക്കെ. നമ്മൾ ഇതിന് പറയുന്ന പേരാണ് ഡ്രോപ്പ് ലൈൻ. ഓക്കെ. കോമൺ ആയിട്ട് ഒരൊറ്റ ബാക്ക് ബോൺ കേബിൾ മതി. പക്ഷെ നമ്പർ ഓഫ് ഡ്രോപ്പ് ലൈൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ n ഡ്രോപ്പ് ലൈൻസ് വേണം. ഇവിടെയും ഉള്ള പ്രശ്നം ഈ ബാക്ക് ബോൺ കോയാക്സിയൽ കേബിൾ ക്രാഷ് ആയി കഴിഞ്ഞാൽ എൻറ്റയർ ടോപ്പോളജി ക്രാഷ് ആവും. അടുത്തതാണ് റിംഗ് ടോപ്പോളജി. റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത് നമുക്ക് ആ ഡയഗ്രാമിൽ കാണുന്ന പോലെ ഒരു റിംഗിന്റെ ഫോമിൽ ഡിഫറെന്റ് ഡിവൈസസ് എന്ത് ചെയ്തിട്ടുണ്ടാവും? നമുക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ. എല്ലാ സ്റ്റേഷൻസും ഒരു റിംഗ് ഫോമാറ്റിലാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ. അപ്പം ഇവിടെയാണ് നമുക്ക് ഈ ടോക്കൺ പാസിംഗ് മെക്കാനിസം ഒക്കെ ഈ റിംഗ് ടോപ്പോളജിയിലാണ് വരുന്നത്. ഓക്കെ. അപ്പൊ റിംഗ് എവിടെയെങ്കിലും ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ആ കമ്മ്യൂണിക്കേഷനെ അത് എഫക്ട് ചെയ്യും. അടുത്തൊരു ടോപ്പോളജി ട്രീ ടോപ്പോളജിയാണ്. ഡിവൈസസിന് ഒരു ഹൈറാർക്കിയൽ മാനറിൽ, ഹൈറാർക്കിയൽ ടോപ്പ് ടു ബോട്ടം ആയിരിക്കും ഇൻഫോർമേഷൻ ഫ്ലോ നടക്കുന്നത്. അപ്പൊ ഒരു ഹൈറാർക്കിയൽ മാനറിലാണ് എന്ത് ചെയ്യുക? ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ. ഒരു സെൻട്രൽ ഹബ്ബ് ഉണ്ടാവും. ആ സെൻട്രൽ ഹബ്ബ് സെക്കൻഡറി ഹബ്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ സെക്കൻഡറി ഹബ്ബിന് ഡിഫറെന്റ് ഡിവൈസസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഹൈറാർക്കിയൽ ഫ്ലോയിലാണ് ട്രീ ടോപ്പോളജി വർക്ക് ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് ഹൈബ്രിഡ് ടോപ്പോളജി. ഈ പറയുന്ന ഡിഫറെന്റ് ടോപ്പോളജീസിനെയൊക്കെ കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ടോപ്പോളജി. അതിൽ ചിലപ്പോൾ ബസ് ടോപ്പോളജി ഉണ്ടാവും, സ്റ്റാർ ടോപ്പോളജി ഉണ്ടാവും, റിംഗ് ടോപ്പോളജി ഉണ്ടാവും. ഇങ്ങനെയുള്ള ഡിഫറെന്റ് ടോപ്പോളജീസ് കമ്പൈൻ ചെയ്തിട്ടുള്ള ടോപ്പോളജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നെറ്റ്വർക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അല്ലെ. ഈ ടോപ്പോളജി യൂസ് ചെയ്തിട്ട് എക്സ്റ്റെൻഡിബിൾ ആണ്. അതാണ് ഹൈബ്രിഡ് ടോപ്പോളജിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ഇത്രയും ടോപ്പോളജീസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത്. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് അതിന്റെ കൺസെപ്റ്റിലൊക്കെ വരുമ്പോൾ നമുക്ക് പറയാം. ഓക്കെ. സോ നമുക്ക് ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഏത് നെറ്റ്വർക്ക് ടോപ്പോളജിയിലാണ് ബൈഡയറക്ഷണൽ ലിങ്ക് ബിറ്റ്വീൻ ഈച്ച് പോസിബിൾ നോഡ് സപ്പോർട്ട് ചെയ്യുന്നത്? ഏത് ടോപ്പോളജിയിലാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. റിംഗിലാണോ? അല്ല. റിംഗിൽ എന്താ ചെയ്യുന്നത്? ഒരു റിംഗ് ഫോമാറ്റ് ഡിവൈസിനെ കണക്ട് ചെയ്യുകയായിരുന്നു ചെയ്യുന്നത്. സ്റ്റാറിലോ നടുക്കൊരു ഹബ്ബ് ഉണ്ടാവും. അത് അവിടെ നിന്നാണ് എല്ലാ ഡിവൈസസിലേക്കും കണക്ഷൻ പോകുന്നത്. ട്രീ എന്ന് പറയുന്നത് ഒരു ഹൈറാർക്കിയൽ മാനറിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ. മെഷിലാണ് ഒരു ഡിവൈസ് ബാക്കിയുള്ള എല്ലാ ഡിവൈസസിലേക്കും കണക്ഷൻ പോകുന്നത്. അവിടെയാണ് ഈ ബൈഡയറക്ഷണൽ ലിങ്ക് വരുന്നത്. ഓക്കെ. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, മെഷ് ടോപ്പോളജി. Question number 13. The protocol that support email service in internet. FTP, HTTP, TFTP, SMTP. ഏതായിരിക്കും? ഇമെയിൽ സർവീസ് എന്ന് പറയുന്നത് SMTP ആണ്, നമുക്കറിയാം അല്ലെ. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. Next question. The following are pairs of ISO OSI layer or sublayers and functionalities in which one of them is incorrect. Identify the incorrect pair. ഇവിടെ ഓരോ ലെയറും അതിന്റെ ഫങ്ഷണാലിറ്റീസും തന്നിട്ടുണ്ട്. നമുക്ക് ഇൻകറക്റ്റ് പെയർ നോക്കണം. മീഡിയം ആക്സസ് കൺട്രോൾ, ചാനൽ ഷെയറിംഗ്. ശരിയാണോ? ശരിയാണ് അല്ലെ. അവിടെയാണ് ചാനൽ ഷെയറിംഗ് വരുന്നത്. മീഡിയം ആക്സസ് കൺട്രോൾ ആണ്
അത് ഹാൻഡിൽ ചെയ്യുന്നത്. ബാക്കിയുള്ള ഡാറ്റ ലിങ്ക് ലെയർ ഫംഗ്ഷനാലിറ്റീസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് LLC ആണ്, ലോജിക്കൽ ആക്സസ് കൺട്രോൾ. ഓക്കെ, ആക്സസ് കൺട്രോൾ ഷെയർ ചെയ്യുന്നതാണ് ലോജിക്കൽ ലിങ്ക് കൺട്രോൾ. മീഡിയം ആക്സസ് കൺട്രോൾ മാക് ലെയർ ആണ് ചാനൽ ഷെയറിംഗ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അത് ശരിയാണ്. സെക്കൻഡ് വൺ, ഡാറ്റ ലിങ്ക് ലെയറിന്റെ ഫംഗ്ഷനാലിറ്റി ആണോ ബിറ്റ് സിങ്ക്രണൈസേഷൻ? ബിറ്റ് സിങ്ക്രണൈസേഷൻ എവിടെ വരുന്നതാ? നമുക്ക് ഫിസിക്കൽ ലെയറിൽ വരുന്നതാണ് അല്ലെ? അത് ഫിസിക്കൽ ലെയറിന്റെ ഫംഗ്ഷനാലിറ്റി ആണ്. ഡാറ്റ ലിങ്ക് ലെയർ ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ, ഫ്രെയിമിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ബിറ്റ് സിങ്ക്രണൈസേഷൻ ഡാറ്റ ലിങ്ക് ലെയറിന്റെ അല്ല, ഫിസിക്കൽ ലെയറിന്റെ ആണ്. അപ്പൊ ഇത് തെറ്റാണ് അല്ലെ? നെറ്റ്വർക്ക് ലെയർ റൗട്ടിംഗ്. ഓക്കെ, ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത് എൻഡ് ടു എൻഡ് പ്രോസസ് കമ്മ്യൂണിക്കേഷൻ, അതും ശരിയാണ്. അപ്പൊ ഇവിടെ ഇൻകറക്റ്റ് ലെയർ ഏതാ? ഡാറ്റ ലിങ്ക് ലെയർ ആൻഡ് ബിറ്റ് സിങ്ക്രണൈസേഷൻ. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ഡിഫറെന്റ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ഇമെയിൽ. M1 എന്താ പറയുന്നത്? M1 പറയുന്നു ഒരു ഇമെയിൽ മെയിൽ ക്ലയന്റിൽ നിന്ന് മെയിൽ സെർവറിലേക്ക് സെൻഡ് ചെയ്യുക. M2 പറയുന്നു ഒരു മെയിൽ ബോക്സിൽ നിന്ന് മെയിൽ ക്ലയന്റിലേക്ക് ഒരു ഇമെയിൽ ഡൗൺലോഡ് ചെയ്യുക. M3 പറയുന്നത് ഒരു വെബ് ബ്രൗസർ യൂസ് ചെയ്തിട്ട് ഇമെയിൽ ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രോട്ടോകോൾസ് ഏതാണ് ഈ ആക്ടിവിറ്റീസിന് യൂസ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഇസ് ദ ആപ്ലിക്കേഷൻ ലെവൽ പ്രോട്ടോകോൾ യൂസ്ഡ് ഇൻ ഈച്ച് ആക്ടിവിറ്റി? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഏതാ? ഒരു ബ്രൗസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇമെയിൽ ഒരു വെബ് ബ്രൗസറിന് ബ്രൗസ് ചെയ്യുവാണെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ഏതായിരിക്കും? HTTP ആണ് അല്ലെ? നമ്മൾ HTTP റിക്വസ്റ്റ് ആണ് അവിടെ അയക്കുന്നത്. അപ്പോൾ ഇതിനുള്ളത് HTTP ആണ്. അടുത്തത്, നമ്മളൊരു ഇമെയിൽ ഒരു മെയിൽ ക്ലയന്റിൽ നിന്ന് മെയിൽ സെർവറിലേക്ക്, ഏതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ, മെയിൽ ക്ലയന്റിൽ നിന്ന് മെയിൽ സെർവറിലേക്ക് ഒരു ഇമെയിൽ അയക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളിന്റെ പേരെന്താ? SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അല്ലെ? പിന്നെ ഡൗൺലോഡ് ഇമെയിൽ ഫ്രം മെയിൽ ബോക്സ് ടു മെയിൽ ക്ലയന്റ്, മെയിൽ ബോക്സിൽ നിന്ന് മെയിൽ ഡൗൺലോഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് POP, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവിടെ ഏത് ഓപ്ഷൻ വരും? M1 എന്നുള്ളത് HTTP ആണ്. M1 അല്ല, M3 ആണ് HTTP അല്ലെ? M1 എന്നുള്ളത് SMTP. M1 എന്നുള്ളത് SMTP ആണ്. M2 എന്നുള്ളത് POP. M3 എന്നുള്ളത് HTTP. അപ്പൊ നമുക്ക് ഏത് ആൻസർ വരും? നമുക്ക് M1 SMTP, M2 POP, M3 HTTP. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ C. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ 2 ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്തത്. അപ്പൊ അത് ഏതൊക്കെ എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണെന്ന് ഞാൻ ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. കേരള PSCയുടെ ഇതിന്റെ നമ്പറും അതേപോലെ തന്നെ ഏത് പോസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ അകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്കപ്പോൾ അടുത്തൊരു ടോപ്പിക് TCP/IP പ്രോട്ടോകോള് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.